ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാനുണ്ടല്ലോ നല്ല അടിപൊളി ഒരു സ്ക്രബും നല്ല അടിപൊളി ഒരു ഫേസ് പാക്കും കൊണ്ടാണ് വന്നേക്കണത്. നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടാനൊക്കെ ഈ ഒരു പാക്ക് സൂപ്പറാണ്. അത് മാത്രമല്ല, നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളും ആ കുരു വന്ന പാടുകളൊക്കെ മാറാൻ ഇത് അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. നമ്മുടെ കഴുത്തിന് ചുറ്റിലുള്ള കറുപ്പ് പോകാനൊക്കെ സൂപ്പർ ഒരു ഫേസ് പാക്ക് സ്ക്രബും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. ഇതുവരെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഇന്ന് സ്ക്രബും ഫേസ് പാക്കും ചെയ്യുന്ന എല്ലാ സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം കേട്ടോ. ഒന്നുകിൽ നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുക, അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകുക കേട്ടോ. കടലമാവിൽ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് കഴുകുവാണെങ്കിൽ മുഖം നല്ല ക്ലിയർ ആവുകയും ചെയ്യും. മുഖത്തോടെ ടാനൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നേക്കാണ്. കണ്ണെഴുതി ഒരു കുഞ്ഞു പൊട്ടൊക്കെ തൊട്ടു, പിന്നെ പൗഡറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് നേരെ സ്ക്രബ് ചെയ്യാവേ. ഈ സ്ക്രബ് ചെയ്തതിന് മുന്നേ ആദ്യം തന്നെ മുഖം ഒന്ന് ആവി കൊള്ളിക്കണേ. എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു സംഭവമാണ് ഈ മുഖം ഒന്ന് ആവി കൊള്ളിക്കുന്നത്. പക്ഷേ ഈ മുഖം ആവി കൊള്ളിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. എനിക്ക് മടി കാരണമാണ് ഞാൻ ആവി കൊള്ളിക്കാതെ. അപ്പം ഞാൻ എന്തായാലും പാത്രത്തിൽ നല്ല ചൂടൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു തോർത്തും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മുഖം ഒന്ന് ആവി പിടിക്കാം. ആവി പിടിച്ചതിന് ശേഷം നമുക്ക് മുഖം സ്ക്രബ് ചെയ്യാവേ. അപ്പോൾ ഞാൻ മുഖം നല്ല വൃത്തിയിൽ എന്താ പറയുക, കടലമാവ് ഉപയോഗിച്ച് മുഖം നല്ല വൃത്തിയിൽ കഴുകിക്കൊണ്ട് വന്നുകൊണ്ടാണ് ഞാൻ ക്ലെൻസിങ് ഒന്നും ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിക്കാത്ത പാലിൽ ഇച്ചിരി പഞ്ഞി മുക്കിയിട്ട് മുഖം നല്ല വൃത്തിയിലൊന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ക്ലെൻസിങ് ആണ്. മുഖത്തുള്ള അഴുക്കളൊക്കെ മാറി കിട്ടും. മുഖം നല്ല വൃത്തി കഴുകണം കേട്ടോ. എന്നിട്ട് വേണം ഈ ഒരു പാലൊന്ന് ചെയ്യാനായിട്ട്. അത് നമുക്ക് ആവി പിടിക്കാതെ ചൂട് ആവി പിടിക്കുമ്പം നമ്മുടെ മുഖത്തുള്ള സുഷിരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ തുറന്നങ്ങ് വരും. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ മുഖത്തുള്ള അഴുക്കുകളെല്ലാം ഒന്ന് മാറി കിട്ടും കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് മതിയേ. പിന്നെ കഴുത്തിന് ചുറ്റും നമ്മളിപ്പോൾ ഒരു ഫേസ് പാക്കും ചെയ്യുന്നില്ല, നമുക്ക് കഴുത്തിന് ചുറ്റും ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആവി പിടിക്കുകയാണെങ്കിൽ നല്ലതാണ്. കഴുത്തിന് ചുറ്റുള്ള കറുപ്പ് പോകാനൊക്കെ നല്ലതാണ്. പണ്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുക. എനിക്ക് പെട്ടെന്ന് തന്നെ ആ കറുപ്പ് മാറി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല സംഭവമാണ് ഈ ആവി പിടിക്കൽ. എനിക്ക് ആവി പിടിക്കുന്നത് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ നിങ്ങളുടെ പറയാറുണ്ടല്ലോ ആവി പിടിക്കുന്നത് നല്ലതാണെന്ന്. മിനിങ്ങാന്ന് സ്ക്രബ് ഒരു ഫേസ് പാക്ക് ഇട്ടില്ലായിരുന്നു മഞ്ഞളിൻ്റെ. അതിലൊരു ചേച്ചി ചോദിച്ചായിരുന്നു കഴുത്തിന് ചുറ്റിനും കറുപ്പുണ്ടല്ലോ എന്ന്. മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് വാതിലിൻ്റെ സൈഡിലാണ്. എനിക്കിവിടെ മഴ പെയ്തപ്പോൾ എനിക്കിവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലേ. ഭയങ്കര ഒച്ചയും പിന്നെ മഴവെള്ളമൊക്കെ ആകുമ്പം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ ആ വാതിലിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചില സൈഡിലിങ്ങനെ ഇരുണ്ട് പോരാവേ, അല്ലെങ്കിൽ എൻ്റെ കഴുത്ത് കറുത്തൊന്നുമല്ല കേട്ടോ. മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ടിപ്സുകളൊക്കെ ചെയ്ത് പിന്നെ നമ്മളൊരു ബ്രൈറ്റിംഗ് ഓയിലുണ്ട് കേട്ടോ, നിറം വയ്ക്കാനുള്ള. ആ ഓയിലൊക്കെ നമ്മൾ ദിവസം തേക്കുന്നതുകൊണ്ട് എൻ്റെ കഴുത്തിന് അങ്ങനെ കറുപ്പ് ഇല്ല കേട്ടോ. മുമ്പ് ഉണ്ടായിരുന്നു, ഇല്ലയെന്നൊന്നും പറയലുണ്ടായിരുന്നു. മാല ഇടുമ്പോൾ എനിക്ക് എപ്പോഴും കറുപ്പുള്ള ഭാഗമാണ് ഈ ഭാഗത്ത്. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല. നമ്മൾ ടിപ്സൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ആവി പിടിക്കാതെ. ഉണ്ണിക്കുട്ടന് ഭയങ്കര ഒച്ച ഉണ്ടാക്കുക. ഉണ്ണിക്കുട്ടാ ഉണ്ണി, എൻ്റെ മുത്തല്ലേ, ഒച്ച ഉണ്ടാക്കല്ലേ. ഓക്കെ, ആവി പിടിച്ചു കഴിഞ്ഞു. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റുന്ന ചൂടാട്ടോ. ഇങ്ങനെ എന്താ പറയുക, തിളച്ച വെള്ളത്തിലല്ല, എന്നാലും നമുക്ക് ചൂടുണ്ട്. ചൂടൊക്കെ പിടിക്കുമ്പോൾ തന്നെ ആവി പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഒന്ന് ഒരു ഗ്ലോ ആവാറുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു 3 തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ആവി പിടിച്ച് നോക്കിക്കേ. നമ്മുടെ മുഖത്തുള്ള ഈ മുഖക്കുരുണ്ടാവില്ല, കുഞ്ഞു കുഞ്ഞു കുരുക്കൾ, മുഖക്കുരു മാറും. പിന്നെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ ആവി പിടിക്കുന്നത് നല്ലതാണ്. ഞാനിങ്ങനെ പിന്നെ വെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ടാണ് ആവി പിടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ നമുക്കിങ്ങനെ എന്താ പറയുക, ഡയറക്റ്റായിട്ട്
ഗ്യാസ് വെച്ച് വെള്ളം നല്ലോണം ചൂടായിട്ട് തുണി വെച്ചിട്ട് ഇങ്ങനെ ആവി പിടിക്കില്ലേ, അങ്ങനെ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും നല്ല തന്നെയാണ്. എങ്ങനെ ആയാലും ആവി പിടിക്കുന്നത് നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ആവി പിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്ക്രബും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാവേ. സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിതാ കുറച്ച് പഞ്ചസാര എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറില്ലേ, ഇതങ്ങ് ഇട്ട് കൊടുക്കാവേ. ഒരു ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാക്ക് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് അലോവേറ ജെല്ലെടുക്കാവേ. നാച്ചുറലായിട്ടുള്ള അലോവേറ ജെല്ലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മുടെ സ്കിന്ന് നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് നാച്ചുറലായിട്ട് അലോവേറ ജെല്ല്. അതായാലും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അലോവേറ ജെല്ലില്ലേ, അതായാലും കുഴപ്പമില്ല. ഏതായാലും അലോവേറ ജെല്ല് നല്ലതാണ് മുഖം നിറം വയ്ക്കാനും പാടം പോകാനും പിന്നെ മുഖം നല്ല ഒരു തിളക്കം കിട്ടാനൊക്കെ നമ്മുടെ കറ്റാർവാഴ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ട്, കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ. കുറച്ച് മാത്രം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ആൽമണ്ട് ഓയിലില്ലേ, അതായാലും മതി. ഇവിടെ ആൽമണ്ട് ഓയിലില്ല. എനിക്ക് അത് ബദാം ഓയിൽ മുഖത്ത് തേക്കുമുണ്ടല്ലോ, എൻ്റെ മുഖം കുരുക്കൾ വരുവേ. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടം. പക്ഷെ കയ്യിലും കാലൊക്കെ തേക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മേടിക്കണം. അങ്ങനെ ഇതാ വെളിച്ചെണ്ണ, കറ്റാർവാഴ ജെല്ല്, നമ്മുടെ കാപ്പിപ്പൊടി, പഞ്ചസാര. അപ്പം ഞാൻ ആവി പിടിച്ചപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ചെറുത് നനച്ച് കൊടുക്കട്ടെ. നനച്ച് കൊടുത്ത് നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. ഞാൻ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്ക്രബ് ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് ഡ്രൈ ആവത്തില്ല കേട്ടോ. ഒരുപാട് അങ്ങ് മുഖക്കൂടുള്ളവർ വെളിച്ചെണ്ണ 1-2 തുള്ളി മതിയേ. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനൊക്കെ നല്ലതാണ്. പിന്നെ കണ്ണിൻ്റെ ഈ സൈഡിലുണ്ടല്ലോ, അവിടെ ഞാനുണ്ടല്ലോ സ്ക്രബ് ചെയ്യുന്നില്ല, ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഇതാ കണ്ണിൻ്റെ ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന്, പഞ്ചസാര ഇല്ല കേട്ടോ, എനിക്ക് പഞ്ചസാര ഇല്ലേ, അതിങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത്. കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ്. പക്ഷെ പഞ്ചസാര ഉപയോഗിച്ച് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യരുത്, കണ്ണിൻ്റെ അവിടെ ചെയ്യരുത് കേട്ടോ. നല്ലൊരു സ്ക്രബ് കേട്ടോ. ആ ഒരു കാപ്പിപ്പൊടിയുടെ ആ സ്മെല്ലൊക്കെ എന്താ വാസന. കാപ്പിപ്പൊടി ഉണ്ടല്ലോ നിറം വയ്ക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ. എത്ര ഇരുണ്ട ആൾക്കാരാണെങ്കിലും ഈ ഒരു കാപ്പിപ്പൊടി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഒരു മാറ്റം തന്നെ ഉണ്ടാവും. അത്രയ്ക്ക് നല്ല സാധനമാണ് കാപ്പിപ്പൊടി. അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം കേട്ടോ. എനിക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എനിക്ക് നല്ല ഒരു വ്യത്യാസം അറിയാൻ പറ്റും. സാധാ കാപ്പിപ്പൊടി ഇല്ലേ, അത് എനിക്ക് അത്ര വ്യത്യാസം എന്നാലും അറിയാൻ പറ്റും. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് എൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുമേ. അപ്പോൾ നമ്മുടെ കഴുത്തിലൊക്കെ ആവി പിടിച്ചല്ലേ, നല്ലോണം ആവി പിടിക്കണം കേട്ടോ. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചൂട് പിടിച്ചെന്നുള്ളൂ. നിങ്ങൾ പിടിക്കുമ്പോൾ നല്ലോണം അങ്ങ് ആവി പിടിക്കണേ. 2-3 മിനിറ്റ് നല്ലോണം അങ്ങ് ചൂടങ്ങ് പിടിച്ചാൽ മതി. സ്ക്രബ് അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലവണ്ണം മുഖവും കഴുത്തൊക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ. ഇവിടുന്ന് അങ്ങ് തുടച്ച് മാറ്റാം, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാലോ. ആഹാ, നമ്മൾ നോക്കിയേ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലൊരു തിളക്കം തന്നെ കിട്ടിയിട്ടുണ്ട് മുഖത്തെ. നമ്മളതിൽ ചേർത്ത് വെളിച്ചെണ്ണയും കറ്റാർവാഴയും കാപ്പിപ്പൊടിയും പഞ്ചസാരയും ആഹാ എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ല? നമുക്കിത്
ചുണ്ട് സ്ക്രബൊക്കെ ചെയ്യാം കേട്ടോ. ചുറ്റിനുള്ള കറുപ്പൊക്കെ പോകാൻ, അല്ല ചുറ്റിനുള്ള കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ്. കഴുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഓക്കെ, കഴുത്തിൻ്റെ റിസൾട്ട് ഉണ്ടോ? നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. സൂപ്പറാണ്, അടിപൊളി ഒരു സ്ക്രബാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചതിലുള്ളൂ. നല്ല വൃത്തി കഴുകിയിട്ട് വേണ്ട. ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുഖം നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് തിളങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി പാക്കത. ഇവിടെയൊക്കെ നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു എണ്ണമയുണ്ട്. എണ്ണമയുള്ള നല്ലതാണ്. ഈ ഒരു പാക്ക് ഇടുമ്പോൾ ആ എണ്ണമയ മാറിക്കോളൂ കേട്ടോ. പിന്നെ ഒരുപാട് അങ്ങ് ഡ്രൈനസ് ആവില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണമയൊക്കെ ഉള്ളത് നല്ലതാണ്. ഈ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാവേ. ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ബ്രൂ കോഫിയാണ്. കൂടെ വേറൊരു സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനോ പിന്നെ കരിമങ്ങലുള്ളവർക്കൊക്കെ കരിമങ്ങലൊക്കെ മാറാനൊക്കെ പറ്റിയ അടിപൊളിയൊരു സാധനം. അതാണ് നമ്മുടെ ഇരട്ടി മധുരം. ഇത് ഇരട്ടി മധുരം ഞാൻ എടുത്ത് ഇച്ചിരി കൂടിപ്പോയായിരുന്നു, കുറച്ച് മതി കേട്ടോ. നമുക്ക് വേറെ പാത്രത്തിലേക്ക് എടുക്കാവേ. ഞാനിതായി സ്ക്രബ് ചെയ്തതിൽ കുറച്ച് ഇരിപ്പുണ്ട്, ഞാൻ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുവാണേ. ഈ ഒരു പാക്ക് അങ്ങ് ഇട്ട് കൊടുക്കാണ്. വരച്ചരാവേ. ഇതാ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇരട്ടി മധുരത്തിൻ്റെ പൊടി അത് സെയിം അളവിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇരട്ടി മധുരം കാപ്പിപ്പൊടി ഒരളവിൽ തന്നെ എടുത്തേക്കണം കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് പാല്, തിളപ്പിക്കാത്ത പാല്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇത് മതി കേട്ടോ. നമ്മൾ സ്കിന്ന് നല്ല നിറം വയ്ക്കാനൊക്കെ ഈ ഒരു സാധനം മതി. ഇരട്ടി മധുരം തന്നെ മുഖത്ത് തേച്ചാൽ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആഴ്ച 3 തവണ തേക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ മുഖത്തുള്ള കരിമങ്കലൊക്കെ നല്ലവണ്ണം കുറയും. അപ്പോൾ കാപ്പിപ്പൊടിയുടെ കൂടെ ചേർക്കുകയാണെങ്കിലോ അയ്യടാ സൂപ്പറായിരിക്കില്ലേ. നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാതെ. ഉണ്ണി അതൊന്നും എടുക്കല്ലേ, അവിടെ വയ്ക്ക്. ഉണ്ണി ഞാനിത് തേക്കുന്ന കണ്ടിട്ടേ അവൻ എന്നെ തന്നെ നോക്കിയിരിക്കുക. നമ്മ എന്നെ തേക്കുന്നേ നോക്കിക്കൊണ്ടിരിക്കുക. ഉണ്ണീസിനെ ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളത് കാരണം സ്കൂളിൽ വിട്ടില്ലേ. കുറച്ച് ദിവസമായി സ്കൂളിൽ പോയിട്ട്, LKG പോയിട്ടേ. 2 ദിവസം കഴിഞ്ഞിട്ട് വിടാമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് നല്ല വെയിലാണ് കേട്ടോ. ഇന്നലെ വെയിലാണ്. ഇന്നലെ പിന്നെ ഉച്ച കഴിഞ്ഞപ്പം ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തായിരുന്നേ. ഇന്നിപ്പം നല്ല വെയിൽ, നല്ല നല്ലൊരു കാലാവസ്ഥ കേട്ടോ. അതുകൊണ്ട് തുണികളെല്ലാം മുറ്റത്തെ അഴയിൽ ഇട്ടേക്കുവാണ്. ദൈവമേ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര നാളെ നല്ലൊരു ഡ്രസ്സ് ഈ നനഞ്ഞ തന്നെ, ഒത്തിരി നനഞ്ഞല്ല എന്നാലും ചെറിയ നനവുണ്ടാവും കേട്ടോ. എനിക്കാണെങ്കിൽ തേച്ചിട്ട് അങ്ങ് ഇടാൻ മടിയാണ്. വീട്ടിലിടുന്ന ഡ്രസ്സല്ല അവിടെ തേക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഈറനോട് ഇടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വരും, പിന്നെ അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്നൊക്കെയാണ് പറയുന്നത്. ചെറിയൊരു നനവുണ്ടാവട്ടെ, ഒരുപാട് നനഞ്ഞ ഡ്രസ്സ് എടുത്തില്ല. പിള്ളേർക്കുള്ളത് പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഞാൻ തേച്ച് കൊടുക്കും കേട്ടോ. തണുപ്പുടങ്ങി കൊടുക്കില്ല. പക്ഷെ ഇന്നെന്തായാലും നല്ല വെയിലും നല്ലൊരു കാലാവസ്ഥയാട്ടോ. നമ്മുടെ പാക്ക് ഉണ്ടല്ലോ കറക്റ്റ് പോലും കൂടിയിട്ടില്ല. ഇങ്ങനെ കറക്റ്റ് എടുത്താൽ മതി കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള പാക്കൊക്കെ മതി. നമുക്ക് ഒരുപാട് തന്നെ ആക്കി വെച്ചിട്ട് അത് തേക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ വെറുതെ കളയണ്ടല്ലോ. ഇതാ തീർന്നു കേട്ടോ. അങ്ങനെ ഞാനിത് മുഖത്തും കഴുത്തിലും ഒക്കെ നമ്മുടെ പാക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ് കഴിയുമ്പം കാണാം കേട്ടോ. അന്നേരം നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് മാറ്റാം. എടാ അടി മണ്ണിക്കളിക്കുക ഒരാൾ. അപ്പം ഞാൻ വേഗം തന്നെ ഉണ്ണീസിനെ വഴക്ക് പറയട്ടെ. മണ്ണി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. ഈ ഫേസ് പാക്ക് നല്ല വണ്ണതാ ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇച്ചിരി ഭാഗം ഉണങ്ങാണ്ട്, പക്ഷെ ഇവിടെയൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും തുടച്ച് മാറ്റുവാണ്.
മുഖത്തിലൊക്കെ കളറായി. ഈ ഇരട്ടി മധുരത്തിൻ്റെയും കാപ്പിപ്പൊടിയുടെ ഒക്കെ കളറേ. നല്ലൊരു ഫേസ് പാക്ക് കേട്ടോ. നോക്കിക്കേ, നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ഓ എൻ്റെ മൂക്കുത്തി. മൂക്കുത്തി വെച്ചതുകൊണ്ടേ മുഖം അങ്ങനെ സ്പീഡിലൊന്നും തുടയ്ക്കാൻ പറ്റില്ല. കണ്ടില്ലേ? ആഹാ, നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളി ഫേസ് പാക്കാണിത്. സൂപ്പർ. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തന്നെ ആഴ്ചയിൽ 3 തവണ തേക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും. എന്താ ഉണ്ണി? ഇതാ കഴുത്തും തുടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാക്കാണിതേ. എല്ലാവരും കണ്ടല്ലോ. തുടച്ച് മാറ്റാം. അങ്ങനെ ഉണങ്ങട്ടെ. ആര് വെക്കും? ആ കണ്ടില്ലേ? നെറ്റും കൂടെ തുടച്ച് മാറ്റി. ആ മുഖം നോക്കി നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ല വൃത്തിയിൽ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വരാം. ഇതിപ്പോൾ അവിടെയായി ഇവിടെയായി അല്ല, ശരിക്കും കഴുകാനൊന്നും പറ്റും. നിങ്ങൾക്കത് കാണിച്ചു തരണം ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഇത്ര റിസ്ക് എടുത്ത് കാണിച്ചോട്ടെ. ഇതൊക്കെ വെള്ളമായി ഡ്രസ്സിലൊക്കെ നനഞ്ഞിട്ടോ. നിങ്ങൾക്കൊന്ന് എന്നാലും നിങ്ങൾക്ക് ഒരു വിശ്വാസം വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ. അപ്പോൾ ഞാനിതാ മൂക്കൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഐസ് ക്യൂബ് എടുത്ത് നമ്മുടെ മുഖത്തങ്ങ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മുഖം ഒന്ന് നമ്മൾ ആവി പിടിച്ചായിരുന്നു. ആവി പിടിച്ചപ്പോൾ നമ്മുടെ ഈ സുഷിരങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് കിടന്നു അല്ലേ. അന്നേരം നമ്മൾ സ്ക്രബൊക്കെ ചെയ്ത് ആ മുഖത്തുള്ള അഴുക്കളെല്ലാം മാറ്റി എല്ലാം ചെയ്ത് ക്ലീൻ ആക്കി നമ്മൾ ഒരു ഐസ് ക്യൂബ് കൂടെ ഇങ്ങനെ ചെയ്യുമ്പം അതൊക്കെ ഒന്ന് അടഞ്ഞു വന്നോളേ. അല്ലെങ്കിൽ ഈ നമ്മൾ ആവി പിടിച്ചതിന് ശേഷം നമ്മൾ ഇത്രയൊക്കെ ചെയ്തു, ഈ ഐസ് ക്യൂബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടി പടലങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ വലിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഒത്തിരി മുഖക്കുരൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മുഖം വയ്ക്കാനൊക്കെ നല്ലതാണ്. 2-3 ഐസ് ക്യൂബ് എടുത്തായിരുന്നേ. ഒന്ന് പോയാൽ കുഴപ്പമില്ല, നമുക്ക് അടുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. മുഖം നല്ല ഗ്ലോ കിട്ടാനും നിറം വയ്ക്കാനൊക്കെ ഐസ് ക്യൂബ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരച്ച് നോക്കി കൊടുക്കാം. കഴുത്തിലൊക്കെ ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം അതും കൂടെ തേച്ച് കൊടുക്കണം. ഞാൻ അലോവേറ ജെല്ലാട്ടോ എടുക്കാറ്. പ്രത്യേകിച്ചുള്ള മോയ്സ്ചറൈസിങ് ക്രീമൊന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അലോവേറ ജെല്ല് തേക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. എന്തോ സുന്ദരന അതേന്നേ എന്നത് അങ്ങനെ നമ്മുടെ സ്റ്റെപ്പ് തീർന്നു. വേണമെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ തേക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും സൺസ്ക്രീൻ ലോഷൻ തേക്കുന്നില്ല. എനിക്ക് കഴുത്തിലേക്ക് നല്ല മാറ്റം അറിയാൻ പറ്റും. നല്ല അടിപൊളി സ്ക്രബും നല്ല അടിപൊളി ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഉണ്ണീസേ? ലൈക്ക് ചെയ്യണോ? പിന്നെന്താ ചെയ്യണ്ടേ? പിന്നെ വേറൊരു സാധനമില്ലേ, സബ്സ്ക്രൈബ്. അതും കൂടി ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ. അല്ലേ ഉണ്ണീസേ? അപ്പൊ എല്ലാവർക്കും ടാറ്റാ.